ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ക്രേപ്പ് പേപ്പർ അല്ലെങ്കിൽ ഫിനിക്സ് പേപ്പർ വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഈ ഷെയ്ഡിലുള്ള നല്ല ഡാർക്ക് റെഡ് കളറിലുള്ള ക്രേപ്പ് പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് മെഷർമെൻറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതിന് നമ്മുടെ സ്ക്രീനിൻ്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ലെങ്ത്ത് വന്നിട്ട് 10 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ വിഡ്ത്ത് വന്നിട്ട് 1.5 സെൻറ്റിമീറ്ററിലാണ് ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ പെറ്റൽസ് വീതം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഷീറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് അകത്തേക്ക് ഫോൾഡ് ചെയ്യുക. എന്നതിന് ശേഷം അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വലിച്ച് ഒന്ന് ഷേപ്പാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു പണിയില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെറ്റൽസ് ഉണ്ടാക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം 2 പെറ്റൽസ് എടുത്തതിന് ശേഷം അതിനെ ഇതുപോലെ ഫേസ് ടു ഫേസ് ആയി വെച്ചതിന് ശേഷം ഒരു ത്രെഡ് വെച്ചിട്ട് നല്ലോണം ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഓരോ പെറ്റൽസും ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇതുപോലെ അറേഞ്ച് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഓരോ പെറ്റൽസും ഫ്ലവറിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം കെട്ടിക്കൊടുത്താൽ മാത്രം മതി. ഇതിൽ മെയിനായിട്ട് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കെട്ടുന്ന ആ ഒരു സ്റ്റൈലുണ്ടല്ലോ, നമ്മുടെ മുല്ലപ്പൂക്കെ കെട്ടുന്ന രീതിയാണ്. ഒട്ടുമിക്ക ആളുകൾക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫ്ലവറാണ്. നിങ്ങളെല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ മാത്രം മതി. സോ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, കൂടാതെ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഫ്ലവർ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴ്ഭാഗം ഒരു സിസേഴ്സ് വെച്ചിട്ട് നല്ലോണം ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഒരുപാടൊന്നും കട്ട് ചെയ്യേണ്ട, എഡ്ജസ് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇനി സ്റ്റെം ഉണ്ടാക്കാനായിട്ട് ഈ ഒരു കമ്പി എടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഫ്ലവറിനകത്തോട്ട് കയറുന്നില്ല, കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഈ ഒരു വുഡൻ സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ സ്റ്റെം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊന്ന് റോൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, കൂടാതെ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. വിൽ ബി ബാക്ക് സൂൺ വിത്ത് അനദർ വീഡിയോ. ടേക്ക് കെയർ. ബൈ.